ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കണം. വന്നയാൾ കള്ളനായിരുന്നുവെങ്കിലും അയാളുടെ നാവിലൂടെ പറയപ്പെട്ടത് സത്യം തന്നെയാണ്. പക്ഷേ ആ മലയിലെ സ്വാമി പറഞ്ഞത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതാണല്ലോ. അത് കാര്യങ്ങൾ ശരിയായിട്ട് ഗ്രഹിക്കാതെ പറഞ്ഞതാണ്. ഭാഗ്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതാ കുഞ്ഞിന്റെ 9 വയസ്സിന് ശേഷം മാത്രമാണ്. 9 വയസ്സുവരെ പിതാവിൽ നിന്ന് അകന്നു കഴിയാനുള്ള യോഗമാണ് ആ കുഞ്ഞിന്. ആ കുഞ്ഞിന്റെ ജനന സമയത്തിനൊരു കുഴപ്പമുണ്ട്. ഭാഗ്യചക്രങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഒരു ജനനം. ദുരന്തങ്ങൾ ഇനിയും പെരുമഴ പോലെ വന്ന് കയറുമല്ലോ കുട്ടിയെ. ഇടയ്ക്കിടെ ഞാൻ അങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് സ്വാമി. സ്വപ്നങ്ങൾ ചില സൂചനകളാണ്. ഈ കുഞ്ഞിന്റെ ജന്മം കൊണ്ട് ഇന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബന്ധങ്ങളെല്ലാം കൈവിട്ടു പോകും. ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത ഒരു കാലത്തിൽ ജീവിക്കേണ്ടി വരും. അതുമാത്രമല്ല, 9 വയസ്സുവരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാ. ഇതിനിപ്പോ എന്താ സ്വാമി ഒരു പരിഹാരം? എന്റെ സച്ചേട്ടനും ആ കുടുംബത്തിന് ഒരു ദോഷം വരാൻ പാടില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് ജീവനോടെ വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. ആ കുഞ്ഞ് 9 വർഷം ആ വീട്ടിലുണ്ടാകാൻ പാടില്ല. സ്വന്തം പിതാവിന്റെ കൺവെട്ടത്ത് പോലും ആ കുഞ്ഞുണ്ടാകരുത്. ഈ കുഞ്ഞുമായി വീട് വിട്ടു പോകാനാണ് നിങ്ങളുടെ യോഗം. അത് സംഭവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ആ കുടുംബം നശിച്ചില്ലാതാകും. ബിസിനസ്സും സമ്പത്തും ഇന്നുള്ള സർവ്വ പ്രതാപവും നഷ്ടപ്പെട്ട് തെരുവിലലയേണ്ടി വരും. ഇതിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം സ്വാമി? നിയോഗമനുസരിക്കണം. ആ കുഞ്ഞുമായി നിങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം. ഉടൻ തന്നെ ഒരു താലികെട്ട് കൂടി നടക്കാൻ പോവുകയാണല്ലേ? അത് സ്വാമി, അതാണ് നിനക്ക് ആ കുഞ്ഞുമായി അവിടെ നിന്നും പോകാനുള്ള സമയം. അതിനുള്ള കാരണവും സ്വയമുണ്ടാകും. ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ലേ സ്വാമി? ഇല്ല. എനിക്കിനി ഒന്നും പറയാനില്ല. പൊയ്ക്കൊള്ളൂ.